ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഒരു ചെറിയ റീലൊക്കെ എടുക്കാനുള്ള ഒരു ഒരുക്കമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഫേസ് സിറമാണ് അപ്ലൈ ചെയ്തത്. ഫേസ് സിറം വിറ്റാമിൻ സിയുടെ ഗ്ലോ സിറമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ന്യൂട്രോജനയുടെ ജെൽ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തത്. കാരണം എനിക്ക് ക്രീം മോയ്സ്ചറൈസർ എനിക്ക് പറ്റത്തില്ല. കാരണം കുറച്ചിതൊക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് വേർക്കും. അതുമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എനിക്ക് ക്രീം മോയ്സ്ചറൈസർ ഒട്ടും പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ അപ്ലൈ ചെയ്തത് കൺസീലറാണ്. പിന്നെ ഞാൻ ഇതിൽ പ്രൈമറൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്ക് കുറച്ച് നേരത്തേക്കുള്ള മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈമറൊന്നും അപ്ലൈ ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺസീലർ പാലറ്റിൽ നിന്നും ജസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് എടുത്ത് കണ്ണിൻ്റെ അടിയിലും ലിപ്പിൻ്റെ സൈഡിലൊക്കെ ഉള്ള ആ ഡാർക്ക്നെസ്സിനെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഫുൾ അപ്ലൈ ചെയ്തു. അതും ഞാൻ എൻ്റെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഫൗണ്ടേഷനായിട്ടും അപ്ലൈ ചെയ്തു. പിന്നെ ഈ ഒരു കൺസീലർ പാലറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം നോസ് കട്ടിങ് ആയിരുന്നാലും കൺസീലിംഗ് ആയിട്ടായിരുന്നാലും ഫൗണ്ടേഷൻ ആയിരുന്നാലും നമുക്ക് എല്ലാത്തിനും ഈ ഒരു പാലറ്റ് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷിംഗ് ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു പ്രസ്സിങ് പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2-3 സ്കിൻ ടോണിനനുസരിച്ചുള്ള പ്രസ്സിങ് പൗഡർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് എൻ്റെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഒരു പ്രസ്സിങ് പൗഡറായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തത്. അതും അർബൻ കളറിൻ്റെ പെൻസിൽ തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടമുള്ളൊരു പെൻസിലാണ് ഈ ഐബ്രോ പെൻസിൽ എന്ന് പറയുന്നത്. അത് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ അതും ഞാൻ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ കണ്ണ് വരയ്ക്കുകയാണ്. അപ്പോൾ കാജൽ ഉപയോഗിച്ചിട്ട് അതും വരച്ചു. അപ്പോൾ ഈ കാജലിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണുക. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു ലിപ്സ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ ക്യാമറയിൽ വന്നപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. മഞ്ഞ കളർ സാരിയിൽ ഗ്രീൻ കളർ ബ്ലൗസ്, പിന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി കയ്യിൽ വളയൊക്കെ ഇട്ട് ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റായിട്ട് തന്നെ പറയുക. ഓക്കെ, താങ്ക്